നമസ്കാരം. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ പൊതുവെ കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ നിവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുന്നത് വഴി സമാധാനം, സ്വസ്ഥത, ദാമ്പത്യ സൗഖ്യം എന്നിവ ഉണ്ടായിത്തീരും. മാർഗതടസ്സങ്ങളെ അതിജീവിച്ച് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ഫലപ്രാപ്തി നേടുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. പലപ്പോഴും കുടുംബജീവിതത്തിൽ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ദൂരവ്യാപകമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള അനിശ്ചിതാവസ്ഥകളെ പരിഹരിച്ച് ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനുള്ള യോഗം കാണുന്നുണ്ട്. ദമ്പതികളുടെ ആവശ്യങ്ങൾ അനുകൂലമായി തീരുന്നത് വഴി, അതായത് മേലധികാരികളിൽ നിന്ന് തൃപ്തികരമായിട്ടുള്ള രീതിയിൽ വിഭാവനം ചെയ്ത വിധത്തിൽ വിഭാഗത്തിലേക്ക് മാറ്റം ലഭിക്കുന്നത് വഴി ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനും സമാധാനത്തോടുകൂടി ജോലി ചെയ്യുവാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. വ്യാപാരത്തിൽ മാന്ദ്യം അനുഭവപ്പെടാതെ നോക്കേണ്ടതാണ്. വിതരണ മേഖലകൾ വിപുലീകരിക്കുവാൻ ഉത്സാഹികളായ ഉദ്യോഗസ്ഥരെ നിയമിക്കും. ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നത് വഴി വിതരണ മേഖലകളിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകും. കാർഷികമായിട്ടുള്ള മേഖലകളിൽ കാലാവസ്ഥയിലെ വ്യതിയാനങ്ങളെ കൊണ്ട് സ്വല്പം നാശനഷ്ടങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. വിദേശ പര്യടനത്തിന് സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ അനുഭവപ്പെടും. ഒരു കാര്യവും പൂർത്തീകരിക്കാൻ സാധിക്കാത്തത് വഴി മാനസികമായിട്ടുള്ള വിഭ്രാന്തി വർദ്ധിക്കും. നിശ്ചയിച്ച കാര്യങ്ങളൊക്കെ വ്യതിചലനം വന്നു ചേരും. വാഗ്വാദങ്ങളിൽ നിന്നും പിന്മാറേണ്ടതാണ്. മക്കൾക്ക് സാമ്പത്തികമായിട്ടുള്ള വിഷയത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനും നിർദ്ദേശം നിങ്ങൾ നൽകുവാനുമുള്ള അവസരമുണ്ടായിത്തീരും. സാത്വികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ഫലപ്രാപ്തി നേടും. വാഹനോപയോഗത്തിൽ രണ്ടാമത്തെ വാരത്തിൽ വാഹനോപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നിയതമായിട്ടുള്ള വ്യവസ്ഥകൾ പാലിക്കുവാനായിട്ട് അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുമെങ്കിലും ഈശ്വര പ്രാർത്ഥനകളോടുകൂടി ആത്മാർത്ഥമായി ചെയ്യുന്ന കാര്യങ്ങളിൽ അന്തിമ നിമിഷത്തിലേറെക്കുറെ ഫലപ്രാപ്തി നേടുവാനും അനിഴ നക്ഷത്രക്കാർക്ക് ഈ ജൂൺ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.